നമ്മളെല്ലാവരും കാത്തിരുന്ന RBI ഗ്രേഡ് ബി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് നമ്മുടെ കോർ ബാങ്കിങ് സിസ്റ്റം. ആ ബാങ്ക് സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ സെൻട്രൽ ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അവിടെ ഒരു ഓഫീസർ പദവിയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടാണ് നമ്മുടെ RBI തന്നെ ഈ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നോക്കാം. ഡേറ്റ്സ് നോക്കുന്നതിന് മുമ്പ് നമുക്ക് സാധാരണ RRB അല്ലെങ്കിൽ SBI IBPS എക്സാം പോലെയുള്ള പാറ്റേൺ അല്ല. RBI ഗ്രേഡ് ബിയുടെ പാറ്റേൺ കുറച്ച് ഡിഫറൻ്റ് ആണ്. സബ്ജക്ട്സിലായാലും പരീക്ഷയുടെ രീതികളിലൊക്കെ ആയാലും ഒരുപാട് വ്യത്യാസമുണ്ട്. നമുക്ക് നമ്മുടെ സാധാരണ ബാങ്ക് എക്സാംസ് എപ്പോഴും എന്താണ് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ ഇവിടെ RBI ഗ്രേഡ് ബിയിൽ ഫേസ് 2 ഒക്കെ വരുമ്പോൾ നമുക്ക് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ലെവലിലുള്ള ഉത്തരങ്ങൾ നമ്മൾ എഴുതേണ്ടി വരും. കാരണം എന്താണ്, ലിമിറ്റഡ് വേക്കൻസിയാണ്. ലിമിറ്റഡ് വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നമുക്ക് ജോലി ചെയ്യാനുള്ളതാകുമ്പോൾ തീർച്ചയായിട്ടും ലിമിറ്റഡ് വേക്കൻസിയാണ്. ആ വേക്കൻസിയിലേക്ക് ഫില്ല് ചെയ്യാൻ വരുന്ന ആൾക്കാർ അത്രത്തോളം റിഫൈൻഡ് ക്ലാസ് ആവണം എന്നുള്ളത് തീർച്ചയായിട്ടും RBIക്ക് നിർബന്ധമുണ്ട്. കാരണം എന്താണ്, നമ്മുടെ ഈ സിസ്റ്റത്തെ മുഴുവൻ റെഗുലേറ്റ് ചെയ്യാനുള്ള പവേഴ്സ് അല്ലെങ്കിൽ ഒരു കഴിവ് അവർക്ക് വേണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ എക്സാം അത്രത്തോളം വലിയ രീതിയിലുള്ളൊരു കോമ്പറ്റീവ് എക്സാം അല്ലെങ്കിൽ വലിയ കോമ്പറ്റീഷനുള്ള എക്സാം ആയിട്ടത് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ അത് അറിഞ്ഞ് വേണം അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാനും അല്ലെങ്കിൽ അത് പരീക്ഷ എഴുതാനൊക്കെ. അപ്പോൾ നമുക്ക് ഡേറ്റ് നോക്കാം. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആകുമ്പോൾ ഫേസ് 1 എക്സാം സെപ്റ്റംബർ 8 നടക്കുന്നത്. ഫേസ് 2 ആണെങ്കിൽ ഒക്ടോബർ 19. നമുക്കിനിയും വേക്കൻസീസ് നോക്കാം. നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴി മാക്സിമം 66 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ടോട്ടൽ നമുക്ക് 94 വേക്കൻസിയാണ് ടോട്ടൽ 3 സെഷനിലൂടെ വരുന്നത് വേക്കൻസി. പക്ഷേ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൽ നമുക്ക് 66 വേക്കൻസിയാണ് RBI ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് പേ സ്കെയിൽ ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊരു ഗ്രാജുവേറ്റ് ഒരാളെ സംബന്ധിച്ച് വിത്തൗട്ട് എനി എക്സ്പീരിയൻസ് ഇത്രയും വലിയൊരു പേ സ്കെയിൽ കിട്ടാൻ പറ്റും എന്നുള്ളത് ഈ ബാങ്കിങ് സെക്ടറിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. നമുക്കൊരു മെട്രോപൊളിറ്റൻ സിറ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഹാൻസ് സാലറി 1,10,000 രൂപയ്ക്ക് അടുത്തൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ഫസ്റ്റ് സാലറി കിട്ടുന്നത് തന്നെ വിത്തൗട്ട് എക്സ്പീരിയൻസ് ഈ ഒരു പരീക്ഷ മാത്രം ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാലറി അത്രത്തോളം വലുതാണ്. പേ സ്കെയിൽ നമുക്ക് ബേസിക് പറഞ്ഞേക്കുന്നത് 55,200 ടോട്ടൽ. നമ്മുടെ എന്താണ് വിത്തൗട്ട് HR പറഞ്ഞേക്കുന്നത് 1,22,717 പറഞ്ഞേക്കുന്നത്. അപ്പോൾ സാലറിയുടെ വലിപ്പം വളരെ വലിയ ആ പരീക്ഷയുടെ തന്നെ അല്ലെങ്കിൽ ആ പോസ്റ്റിൻ്റെ വലിപ്പത്തോളം തന്നെ സാലറി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എക്സാമാണ്. പിന്നീട് ഏജ് ലിമിറ്റ് 21 ഇയേഴ്സ് ടു 30 ഇയേഴ്സ് ആണ്. 21 മുതൽ 30 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. ഏജ് റിസർവേഷൻ ഉണ്ട്, എല്ലാ പ്രാവശ്യത്തെ പോലുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും PWBD അല്ലെങ്കിൽ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിക്ക് 10 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നമ്മുടെ സാധാരണ ബാങ്ക് എക്സാമിൽ നമുക്ക് ഡിഗ്രി പാസ് എന്ന് മാത്രമേ നമുക്ക് പറയുന്നുള്ളൂ. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് എന്താണ് അതിൻ്റെ പെർസെൻറ്റേജും നമുക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചില നാഷണൽ ലെവൽ എക്സാംസ് നമ്മുടെ സർവീസ് സെലക്ഷൻ ബോർഡ് എക്സാമിലൊക്കെ എന്താണ് നമുക്ക് പെർസെൻറ്റേജ് മെൻഷൻ ചെയ്യുന്ന പോലെ തന്നെ RBI ഗ്രേഡ് ബിയിൽ നമുക്ക് പെർസെൻറ്റേജ് പറയുന്നുണ്ട്. ഒരു ഗ്രാജുവേഷൻ ആണെങ്കിൽ ഇൻ എനി ഡിസിപ്ലിൻ ഏത് ഫീൽഡ് ഓഫ് സ്റ്റഡിയിലും നമുക്ക് ഗ്രാജുവേഷൻ ചെയ്യാം. പക്ഷേ എന്താണ് 60% മാർക്ക് വേണം. അവിടെ SC/STക്ക് PWBDക്കും 50% മാർക്ക് മതി. ഇനി നിങ്ങളൊരു PG ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ 55% മാർക്ക് വേണം. SC/STക്ക് അല്ലെങ്കിൽ PWBD കാൻഡിഡേറ്റ്സിന് എന്താണ് പാസ് മാർക്ക് മതി. ഇപ്പം നിങ്ങളൊരു ഡിഗ്രി ഹോൾഡർ ആണ്, നിങ്ങൾക്ക് 60% മാർക്കില്ല, നിങ്ങൾക്ക് 59% മാർക്കേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ PG എടുത്തപ്പോൾ നിങ്ങൾക്ക് 55% മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പം PG ഹോൾഡേഴ്സിന് PGയുടെ മാർക്ക് മാത്രമാണ് പരിഗണിക്കേണ്ടത്. അപ്പം 55% മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രി ഹോൾഡേഴ്സിനാണെങ്കിൽ 60%. കേവലം 60% ഒരു കുറഞ്ഞാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഇത്രയും ഒരു മാർക്കോട് കൂടി നിങ്ങൾ കയറാൻ പോകുന്ന പോസ്റ്റ് അത്രത്തോളം വലുപ്പമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നീട് നമ്മൾ ഫീസാണ്. SC/ST PWBDക്ക് എന്താണ് നമുക്ക് 100 രൂപയാണ് ഫീസ്. 18% GSTയും കൂടെ ചേർത്ത് 100 രൂപ ചേർത്തിട്ടുള്ള 100 രൂപയും പിന്നെ 18% GSTയും കൂടെ നമുക്ക് ചേർക്കണം. പിന്നീട് ജനറൽ OBC EWSS അവരുടെ ഫീസ് എന്ന് വെച്ചാൽ 850 രൂപയാണ്. അതിൻ്റെ കൂടെ 18% GSTയും കൂടും. പിന്നെ നമുക്കിനി എക്സാം അതിൻ്റെ ഒരു സബ്ജക്ട്സ് എന്തൊക്കെയാണ്, മാർക്ക് എത്രയാണ്, അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ഫേസ് 1 നമ്മൾ ഈ പ്രിലിംസ് എന്നൊക്കെ പറയുന്നതിന് പകരമായി പറയുന്നത് ഫേസ് 1 എക്സാം എന്നാണ്. ഫേസ് 1 എക്സാമിന് ടോട്ടൽ 200 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു IBPSൻ്റെയോ അല്ലെങ്കിൽ SBIയുടെ ഒക്കെ ഒരു മെയിൻസ് ലെവൽ എക്സാമായിട്ട് തന്നെ നമ്മളതിനെ പരിഗണിക്കണം. നമ്മൾ അവിടെ കാണുന്ന 4 സബ്ജക്റ്റ് നമുക്ക് ഇവിടുത്തെ ഫേസ് 1 കാണാൻ പറ്റും. ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്. ടോട്ടൽ 120 മിനിറ്റ് അല്ലെങ്കിൽ 2 മണിക്കൂറായിരിക്കും പരീക്ഷ. 4 സബ്ജക്റ്റ് ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ്.
ഇനി ഫേസ് 2 എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് നമുക്കിവിടെ ഇംഗ്ലീഷ് റൈറ്റിംഗ് സ്കിൽ ഒഴികെ വരുന്ന ടോപ്പിക് എല്ലാം കൊമേഴ്സ് റിലേറ്റഡ് സബ്ജക്റ്റ് ആയിരിക്കും. ഫിനാൻസും അല്ലെങ്കിൽ എക്കണോമിക്സും ഒക്കെ ആയിരിക്കും. നമുക്ക് ആ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസിൻ്റെ 50% MCQ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനും 50% ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനുമാണ്. 50% ഏകദേശം 30 ക്വസ്റ്റ്യൻസ് കാണും. 30 minutes ആണ് ആ MCQ അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. 50 മാർക്കാണ് അതിന് ടോട്ടൽ മാർക്ക് വരുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിൽ 6 ചോദ്യങ്ങൾ കാണും. അതിൽ 4 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അതിന് 90 മിനിറ്റ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ മാർക്ക് ടോട്ടൽ മാർക്കും 50 അതുപോലെ തന്നെ പിന്നെ വരുന്നത് പേപ്പർ 2 ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് റൈറ്റിംഗ് സ്കില്ല് അത് ഡിസ്ക്രിപ്റ്റീവ് തന്നെയാണ്. അതിനും 90 മിനിറ്റാണ് നിങ്ങൾക്ക് തരുന്നത്. പിന്നീട് അത് 3 ക്വസ്റ്റ്യൻസ് ആണ്. 3 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം. പിന്നീട് വരുന്നത് ജനറൽ ഫിനാൻസ് ആൻഡ് മാനേജ്മെൻറ്റ്. അതും ഈ പറഞ്ഞ പോലെ എക്കണോമിക്സിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ്. 50% MCQയും ബാക്കി 50% എന്താണ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യനുമായിരിക്കും. അപ്പോൾ നമ്മൾ നല്ല ഒരു പ്രിപ്പറേഷൻ ഈ ഫേസ് 2 പാസ്സാവാനായിട്ട് വേണം. അതിനുശേഷമാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ. അപ്പോൾ ഫേസ് 1 ഫേസ് 2 ഇൻ്റർവ്യൂ കൂടെ ക്ലിയർ ചെയ്യുന്ന ഒരാൾ RBI ഗ്രേഡ് B ആവും. ഉയർന്ന ശമ്പളത്തോടു കൂടി ഒരു ഡിഗ്രിക്കാരന് അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പോസ്റ്റിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് RBI ഗ്രേഡ് B. അതുകൊണ്ടാണ് ഈ പരീക്ഷയ്ക്ക് ഇത്ര ഒരു ചാം. എല്ലാവരും പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഹയർ ലെവൽ പോസ്റ്റ് അതാണ്. തീർച്ചയായിട്ടും അതിനുവേണ്ടി നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തണം. പിന്നെ നമ്മുടെ കേരളത്തിലുള്ളവർ നമ്മുടെ ഫേസ് 1ൻ്റെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നോക്കുക. കണ്ണൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം. അപ്പോൾ നമുക്ക് ഏകദേശം നല്ല രീതിയിലുള്ള എക്സാമിനേഷൻ സെൻറ്റേഴ്സ് എല്ലാവർക്കും അക്സസ് ചെയ്യാൻ പറ്റുന്നുള്ള എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ട് ഫേസ് 1-ന്. ഫേസ് 2 പക്ഷേ അങ്ങനെയല്ല. ഫേസ് 2 എക്സാമിനേഷൻ നമുക്ക് തിരുവനന്തപുരത്തും കൊച്ചിയിലുമുള്ളൂ. 2 സെൻറ്ററേ ഉള്ളൂ കേരളത്തിൽ. പിന്നീട് ആപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ മോഡിലാണ്. ആ വെബ്സൈറ്റ് www.rbi.org.in RBIയുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ സാധാരണ ബാങ്ക് എക്സാം പോലെയല്ല RBI ഗ്രേഡ് Bക്ക് കുറച്ചുകൂടെ പാറ്റേണിനകത്ത് വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് ഫേസ് 2 വരുന്ന സമയത്ത് നമ്മൾ കൊമേഴ്സ് സബ്ജക്ട്സുകളായ എക്കണോമിക്സ് പഠിക്കേണ്ടി വരും. എക്കണോമിക്സ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് എന്നൊരു സെപ്പറേറ്റ് അതിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് ലെവലിലേക്ക് എഴുതാനുള്ള പ്രാപ്തി നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ പ്രിപ്പറേഷൻ കൂടെ കൊണ്ടുവരണം. എന്തായാലും ഈ ഒരു എക്സാം സീസൺ ഇങ്ങനെ തുടർച്ചയായിട്ട് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ RRBയുടെ ഓഫീസർ സ്കെയിൽ 1ൻ്റെ കോൾ ലെറ്റർ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 3 മുതൽ നമുക്ക് പ്രിലിംസ് എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം 2024 തീർച്ചയായിട്ടും നിങ്ങളുടെ തന്നെ വർഷമാവട്ടെ. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ ഉണ്ടാവട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു. താങ്ക് യു.